ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിലൂടെയുള്ള വിലാപയാത്ര ഇന്ന് നടക്കും. വ്യോമാതിർത്തി ഇന്ന് പൂർണ്ണമായും അടച്ചിടും. അതേസമയം അടുത്ത ഘട്ട US ഇറാൻ ചർച്ച ജൂലൈ 11 പാകിസ്ഥാനിൽ നടക്കുമെന്ന് സൗദി മാധ്യമമായ അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ജനലക്ഷങ്ങളാണ് ഈ ആയത്തുള്ള അലി ഖൊമൈനിയുടെ വിലാപയാത്രയിൽ പങ്കെടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്ന് ടെഹ്റാനിലെ ആസാദി സ്ക്വയറിലേക്കായിരിക്കും ഈ വിലാപയാത്ര നടക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യോമാതിർത്തികൾ അടച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നത് ഒരുപക്ഷെ ഈ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ കാരണമായേക്കാം. അതേസമയം ഈ ഖൊമൈനിയുടെ മക്കളിൽ 3 പേർ മാത്രമാണ് ഇതുവരെ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുസ്തഫ ഖൊമൈനി ഇതുവരെയും പങ്കെടുത്തിട്ടില്ല. അതേസമയം അദ്ദേഹത്തിന് ഈ അന്തിമ കർമ്മങ്ങൾ നടക്കുന്ന ഇമാം റസ മഷാദിലാണത്. ജൂലൈ 9 അവിടെ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അത് നിഷേധിക്കുകയായിരുന്നു. ഒരുപക്ഷെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടായിരിക്കും. അതേസമയം ന്യൂയോർക്ക് ടൈംസ് ഇന്നൊരു വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മുസ്തഫ ഖൊമൈനിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ധാരണാപത്രം ഒപ്പിടുന്നതിൽ ഒടുവിൽ രാജ്യഭീഷണി മുഴക്കിയാണ് ഈ ഒപ്പിടിയിൽ നടത്തിയെടുത്തതെന്നാണ് പറയുന്നത്. കാരണം സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെ ഒക്ടോബർ മാസത്തോടുകൂടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും ഇറാൻ പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം ഇറാന്റെ സമ്പദ്ഘടനയെ വലിയ തോതിൽ ബാധിച്ചു എന്ന് മസൂദ് പെസഷ്കിയാൻ ഖൊമൈനിയെ പറഞ്ഞു. അതിനെ തുടർന്നാണ് ഈ ധാരണാപത്രത്തിൽ ഒപ്പിടേണ്ടി വന്നതെന്നാണ് പറയപ്പെടുന്നത്. ജൂലൈ 11 ഇറാൻ അമേരിക്ക തുടർ ചർച്ചകൾ നടത്തുക. സാങ്കേതിക വിഷയങ്ങളായിരിക്കും ഈ തുടർ ചർച്ചകൾക്ക് പ്രധാനമായിട്ടും പരിഗണിക്കുക. അതേസമയം ലെബനനിൽ ഇസ്രയേലിന്റെ ആക്രമണം തുടരുക. അത് മാത്രമല്ല, അമേരിക്ക മാത്രമല്ല, ഇന്ത്യ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഇസ്രയേലിന്റെ ഉറ്റ സുഹൃത്താണെന്നാണ് നെതന്യാഹു ഇന്ന് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത്. കാരണം JD വാൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിന് ആകെയുള്ള സുഹൃത്ത് അമേരിക്ക മാത്രമാണെന്ന് പറഞ്ഞതായിരിക്കാം ഒരുപക്ഷെ നെതന്യാഹുവിനെ ഇത്തരത്തിൽ പ്രതികരിക്കുവാൻ പ്രേരിപ്പിച്ചത്.